വെരി യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ട്. സോ നമ്മുടെ കണ്ണിന്റെ താഴെ ഡാർക്ക് സർക്കിൾ കൂടുതൽ പ്രശ്നമുള്ളവർക്ക് ഒന്ന് കണ്ണിന്റെ താഴെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ പിടിച്ചിട്ട് 30 സെക്കൻഡ്സ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നല്ലോണം ഒരു ഷേപ്പാണ്, യങ് ലുക്കിന്റെ ഷേപ്പാണ് കേട്ടോ. ഹായ്, വെൽക്കം ബാക്ക് ടു ഹാഫ് മല്ലു ചാനലിലേക്ക്. സോ ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സ് നമ്മൾ പെർമനന്റ് എങ്ങനെ റിമൂവ് ചെയ്യണമെന്നുള്ളത്. സോ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡെയിലി സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുന്നത്. അതായത് വീക്ക്ലി ഞാൻ ഇതാണ് സ്ക്രബ് ആൻഡ് ജെൽ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സോ ഇത് കൂടുതലായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ടിപ്സ് യൂസ്ഫുൾ ആയിരിക്കും. അതെന്താണെന്ന് നോക്കാം. എൻ്റെ അടുത്ത് ഉള്ള ഐറ്റംസ് ആണ് ഞാൻ പറയുന്നത്. ഇത് വാൾനട്ട് ഫേസ് സ്ക്രബാണ് കേട്ടോ. വീക്കെൻഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വാൾനട്ടിന്റെ ഫേസ് സ്ക്രബാണ്. ഇത് നാച്ചുറൽ ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ആണ്. സോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതെനിക്ക് കൊലാബിന് വേണ്ടി വന്നൊരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ വാങ്ങിയപ്പോൾ എനിക്ക് ഇത്തിരി യൂസ്ഫുൾ ആയത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഫേസ് ജെല്ലായിട്ട് യൂസ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റ് ആണ്, സെയിം പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ഫേസ് ജെല്ലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ നൈറ്റ് ക്രീമായിട്ട് ഇപ്പൊ റെയിനി സീസൺ ആണ്, എല്ലാവരും ഫേസിന് ഡ്രൈ ആവാറുണ്ടോ. സോ നോർമലി ഞാൻ ഹീറ്റ് ഉള്ള സമയത്ത് ഞാൻ നൈറ്റ് ക്രീം ഒന്നും യൂസ് ചെയ്യാറില്ല, ഫേസ് ഫുൾ ഫ്രീ വിടും. സോ റെയിനി സീസണിൽ നമ്മുടെ ഫേസ് ഒക്കെ ഡ്രൈ ആവാറുണ്ടോ, ആ സമയത്ത് ഞാൻ അതിന് വേണ്ടിയാണ് ഞാൻ ശംഖപുഷ്പന്റെ ഈ നൈറ്റ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതും ഒരു അടിപൊളിയാണ്. ഇതെന്നറിയോ, ഇത് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്യാൻ നല്ലൊരു യൂസ്ഫുൾ ആണ്, മസാജ് ചെയ്യാൻ വേണ്ടി. സോ ഇത്തിരി ഞാൻ വീക്ക്ലി ഒരു 2 ടൈംസ് ഇല്ലെങ്കിൽ വീക്ക്ലി 1 ടൈം എങ്കിലും ഈ ഒരു മസാജർ ഈ ഒരു റോളർ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു മസാജ് ചെയ്ത് കൊടുക്കും. ആൻഡ് ഇത് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ചിന്നിന് വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് വെയിറ്റ് കൂടുമ്പോഴൊക്കെ കുറച്ച് ഇവിടെ ചിന്ന്, അതായത് ഡബിൾ ചിൻ വരാറുണ്ട്. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വീക്ക്ലി ഈ ഒരു സംഭവം വെച്ചിട്ട് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതെനിക്ക് ഭയങ്കര ഡബിൾ ചിൻ മാറാൻ വേണ്ടിയുള്ള യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. സോ ഞാനിത് സ്കിൻ കെയർ ചെയ്ത് കാണിക്കാം നിങ്ങളോട്. ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് ക്ലെൻസിങ് ചെയ്തിരിക്കണം. സോ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടാവും, സംടൈംസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. സോ ഞാൻ ഫസ്റ്റ് ഞാനിപ്പോൾ ഫേസ് ജെല്ലാണ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസ് ഒന്ന് മസാജ് ചെയ്തെടുക്കുന്നുണ്ട്. ഫേസ് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നാച്ചുറൽ ആയിരിക്കുന്നത് നല്ലതാണ്. സോ നമ്മുടെ ഫേസ് എത്രയാണ് നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണിട്ട് മസാജ് ചെയ്യുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫേസിലേക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. അതുകൊണ്ട് മാക്സിമം ഫേസ് മസാജ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ സോ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നോക്കാം. സോ ഞാനിപ്പോ ഈ വർഷം ശംഖപുഷ്പന്റെ ഫേസ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഈ ഒരു രീതിയിലാണ് ഉള്ളത്. സോ ജെല്ലി ടൈപ്പാണ്, കണ്ടില്ലേ, ഈ രീതിയിലാണ് ഉള്ളത്. സോ താഴെ വീഴുന്നുണ്ട്. ഇവർ ജെല്ലിന്റെ പകരം ഈ ജെല്ലി ഇനിയും നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് ഒരു സ്റ്റിക്കി ടൈപ്പിലോ അതോ ഒരു ജെല്ലി ടൈപ്പിൽ കൂടുതലായിട്ട് ഒരു മസാജിങ് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾക്ക് ഉലുവന്റെ പാക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഉലുവ ആൻഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് സോ അതിൽ മസാജ് കൊടുത്താൽ നന്നായി നമ്മൾ ഫേസ് ഒന്ന് മസാജ് ആവും. സോ ഞാൻ കൂടുതലായിട്ട് മസാജൊക്കെ ചെയ്യുന്നത് എൻ്റെ ഹാൻഡാണ് യൂസ് ചെയ്തിട്ടാണ്. എനിക്ക് ഇതൊന്നും നല്ലോണം ഹാൻഡാണ് കംഫർട്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഫിംഗർ വെച്ചിട്ടാണ് മസാജ് ചെയ്യുന്നത്, വളരെ കംഫർട്ടാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഒരു മസാജർ എൻ്റെ മാത്രമേ ചെയ്യുന്നെങ്കിൽ സോ ഒരു 1 മിനിറ്റ് 2-3 മിനിറ്റ്സ് എങ്കിലും നിർബന്ധമായിട്ട് ഒരു ജെല്ലി യൂസ് ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സോ മസാജ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള റിങ്കിൾസ് അതായത് ചുളിവുകൾ റിമൂവ് ആവും. പിന്നെ നമ്മുടെ സ്കിൻ ഒന്ന് നാച്ചുറലായിട്ട് യങ് ആൻഡ് ഗ്ലോ ആവാൻ ഹെൽപ്ഫുൾ ആണ്.
ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റും കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു മസാജ് ചെയ്യാന്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ട്. സോ ഇത് നമ്മളെ ഫേസ് ചിഹ്നൊക്കെ യൂസ് ചെയ്താൽ ഇത് നമ്മളെ ഡാർക്ക് സർക്കിൾ റിമൂവ് ആവാൻ വേണ്ടി സോ കണ്ണിന്റെ താഴ്ന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇത് ഞാൻ ഒരു 4 to 5 ടൈംസ് ഒക്കെ യൂസ് ചെയ്ത ശേഷം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മൾ വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടാണ് ഇതിൽ നമ്മൾ മസാജ് കൊടുക്കേണ്ടത്. സോ ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. സോ ഞാൻ ഇത് ഓൺലൈൻ വഴിയാണ് വാങ്ങിയിട്ടുള്ളത്. സോ ഓൺലൈൻ വഴി വാങ്ങുന്നത് എല്ലാ ഐറ്റംസും നമുക്ക് നല്ല ക്വാളിറ്റിൻ്റെത് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. സോ ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ട് 5 to 6 ടൈംസ് യൂസ് ചെയ്തപ്പോഴാണ്. സോ സ്ലോലി യൂസ് ചെയ്തപ്പോൾ ഇതിന്റെ കല്ലിങ്ങനെ സ്പ്രെഡായി പോകാറുണ്ട് ഇതുപോലെ. അപ്പൊ ഈ 2 നീഡിൽസ് ഉണ്ടല്ലോ നമ്മള് ഈ ഒരു ഫേസിൽ ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോ അവർ സ്റ്റോൺസ് റിമൂവ് ആയി പോയപ്പോൾ ഈ നീഡിൽസ് നമ്മളെ ഫേസിലൊന്ന് തട്ടിയിട്ട് സ്ക്രാച്ചസ് വരുന്ന ചാൻസസ് കൂടുതലാണ്. സോ അതുപോലെ തന്നെ ഈ കണ്ണിന്റെ താഴെ കൊടുക്കുന്ന ഒരു റോളറാണിത്. സോ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ ഇതിന്റെ ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോഴാണ് ഞാൻ അതിനെ പേടിച്ചിട്ട് യൂസ് ചെയ്യാത്തതാണ്. സോ ഇത് നമ്മളെ കണ്ണിന്റെ താഴെ ഡാർക്ക് സർക്കിൾ കൂടുതൽ പ്രശ്നമുള്ളവർക്ക് ഒന്ന് കണ്ണിന്റെ താഴെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഡാർക്ക് സർക്കിൾ റിമൂവ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. നമ്മള് ഇതൊന്നും യൂസ് ചെയ്യാതെ നമ്മള് 5 ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നമ്മളെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഫേസ് നല്ല ബ്ലഡ് സർക്കുലേഷൻ ആയിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് യങ് ആയിട്ടിരിക്കാൻ ഹെൽപ്ഫുൾ ആണ്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് ആണ് കേട്ടോ. ഇത് പറയാൻ വാക്കുകളില്ല. സോ എനിക്ക് ഡബിൾ ചിന്ന് കൂടുതലായിട്ട് വെയിറ്റ് കൂടെ ഉടനെ വരാറുണ്ട്. ഇല്ല ഞാൻ കൂടുതലായിട്ട് പില്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വരുന്നത് കൊണ്ടാണ് എനിക്ക് ഡബിൾ ചിന്നൊക്കെ വരുന്നത്. സോ വീക്കിലി ഞാൻ എൻ്റെ ഫേസിലേക്ക് മസാജ് കൊടുക്കുമ്പോൾ സോ ഇത് വെച്ചിട്ടാണ് ചിന്ന് ഞാനൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. സോ എനിക്ക് ഇത് ഇത്തിരി ഒരു സ്ട്രോങ് ആയിട്ട് നമ്മളെ ഒരു ചിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്യാണ് ഒരു ഹെൽപ്ഫുൾ എന്ന് തോന്നിയിട്ടുണ്ട്. ഇതൊരു ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങുന്നത് അഫോർഡബിൾ ആണ്. ഇതൊക്കെ നമുക്ക് അൺസേഫ് അല്ല, സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. സോ ഇവര് നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് മസാജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇറ്റ്സ് ബെസ്റ്റ് ആണ്. ഓക്കെ, നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്ക്രബാണ്. സോ ഞാനിത് ശംഖപുഷ്പത്തിന്റെ സ്ക്രബാണ്. ശംഖപുഷ്പ എല്ലാവർക്കും അറിയാം, ആയുർവേദിക്കൽ നമ്പർ 1 ആണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി. സോ ഇത് ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു ഓൺലൈൻ വഴിയാണ് കിട്ടുന്നത്. ഇതിന്റെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇത് കൊലാബിന് വേണ്ടി വന്നതാണ്. സോ അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ രീതിയിലാണ് സ്ക്രബ് വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഞാൻ നമ്പർ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത്ര അഫോർഡബിൾ പ്രൈസ് ആണ്. സോ ചെറിയ ഒരു പാക്കറ്റ് ആണ്. ഒരു 10 ടൈംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയും എടുത്തിട്ട് യൂസ് ചെയ്യുള്ളൂ. അപ്ലൈ ചെയ്ത ശേഷം കൂടുതലായിട്ട് പാക്ക് ഒന്നും യൂസ് ചെയ്യാറില്ല. സോ ഇതിൽ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് നന്നായി റിമൂവ് ആവുന്നുണ്ട്. ജസ്റ്റ് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് എല്ലാം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ സോ ഈ സ്ക്രബ് ഒന്ന് യൂസ് ചെയ്യാം. പിന്നെ സ്ക്രബ് ഡെയിലി നമ്മളെ ഫേസിൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. വീക്കിലി 1 ടൈം മാത്രമേ മതിയാവും. കാരണം ഇതിൽ കുറച്ച് നമ്മൾ തരി ഉണ്ടാവല്ലോ. സോ ഈ തരി നമ്മൾ കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ ഫേസിലേക്ക് സ്ക്രബ് ചെയ്യും. അതായത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പ്രശ്നം ഇല്ലാത്ത ആൾക്കാർ സ്ക്രബ് വെച്ച് ഫേസിൽ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ഫേസിന്റെ സ്ക്രബ് ചെയ്യുമ്പോഴാണ് സോ നമ്മളെ ഫേസിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ, അതായത് ഓപ്പൺ പോർസ് ഇല്ലെങ്കിൽ സ്കിൻ ഡാമേജ് ഉണ്ടാവുന്ന ചാൻസസ് കൂടുതലാണ്. സോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളവർ മാത്രമേ ഈ ഒരു സ്ക്രബ് വീക്കിലി 1 ടൈം യൂസ് ചെയ്താൽ മാത്രം മതിയാവും. സോ ഞാൻ ബ്ലാക്ക് ഹെഡ്സ് എവിടെയാണോ ഉള്ളത് ആ ഒരു ഏരിയ മാത്രം കൂടുതലായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ. ഞാനിപ്പോ റെഗുലർ ആയിട്ട് ഫേസ് വാഷ് ആൻഡ് ഒരു പ്രൊമിനന്റ് ഫേസ് വാഷ് യൂസ് ചെയ്ത ശേഷം ഗ്ലിസറിൻ ഫേസ് സോപ്പ് യൂസ് ചെയ്ത ശേഷം എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് അത്ര ഇഷ്യൂസ് ഇല്ല. സോ അതുകൊണ്ട് ഞാനിപ്പോ അത്ര സ്ക്രബ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പൊ ഞാനിപ്പോ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്തു വന്നിപ്പോ
ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ആൾക്കാർ, അതായത് 1 മന്തും കൂടി നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാതെ ഒരുപാട് ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ സ്ക്രബ് ചെയ്ത ശേഷം ഒന്ന് മുഖത്തിൽ ഹാവി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു പിൻ യൂസ് ചെയ്തിട്ട്, അതായത് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന പിൻ കിട്ടും, അത് ഒരു പിൻ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത ശേഷം, അതായത് ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഫേസിലേക്ക് ഏതെങ്കിലും ഒരു ഫേസ് മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കണം. സോ ഫേസ് മാസ്ക് എന്തിനാ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്ത ആ ഒരു പോർഷൻ പ്ലേസിൽ എന്താണ് ആ ഒരു പോർസ് ഉണ്ടാവും. സോ പോർസ് ഉള്ള സ്ഥലത്തിലാണ് വീണ്ടും ബ്ലാക്ക് ഹെഡ്സ് വരുന്നത്. സോ ആ ഒരു പോർസിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിപ്പോ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സിന്റെ ഇഷ്യൂസ് റെഗുലർ ആയിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പോകുന്നുണ്ട് ഇല്ല. സോ അതുകൊണ്ട് ഞാനിപ്പോ സ്ക്രബ് മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. ക്ലീനപ്പിന്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. സോ ഇത് ശംഖപുഷ്പ ക്രീമാണ് കേട്ടോ. ഇത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഞങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും സ്കിന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫേസിൽ അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അതോ ക്രീംസോ യൂസ് ചെയ്യാം. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ശംഖപുഷ്പ നൈറ്റ് ക്രീമാണ്. സോ ഇത് നമ്മുടെ സ്കിന്നും നല്ല ബ്രൈറ്റനിങ് ആവട്ടോ. സോ ഇത് ഞാൻ കുറച്ച് ഇവിടെ എടുത്തിട്ട് ഇവിടെ ഇടുന്നുണ്ട്. സോ കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഒരു ക്രീമി കൺസിസ്റ്റൻസിലാണ് ഉള്ളത്. സോ ഇതൊന്ന് ഞാൻ ഫേസിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ എനിക്ക് അത്രയൊന്നും കാണുന്നില്ല, ഞാൻ മിറർ യൂസ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഒന്ന് ഒരു 2-30 സെക്കൻഡ്സ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. സോ നമ്മൾ ഏത് ക്രീംസ് ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നെക്കിന്റെ ഭാഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ ഇല്ലെങ്കിൽ നമ്മുടെ ഫേസിന്റെ ഒരു കളറും നെക്കിന്റെ ഒരു കളറാവും. സോ അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഡബിൾ ചിന്നിന്റെ അവിടെ ഒരു ചിഹ്നുണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചിട്ട് 30 സെക്കൻഡ്സ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നല്ലോണം ഒരു ഷേപ്പാണ്, യങ് ലുക്കിന്റെ ഷേപ്പാണ് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഹൈബ്രോസിന്റെ ഈ ഒരു പോർഷനിലുണ്ടല്ലോ അസ്റ്റ് മോഡൽ വരാൻ വേണ്ടി സോ നമ്മൾ ഇങ്ങനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സോ പിന്നെ നമ്മളെ കണ്ണിന്റെ ഭാഗം നമ്മൾ കൂടുതലായിട്ട് ഡാർക്ക് സർക്കിളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കണ്ണിന്റെ അവിടെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ സോ ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ ആവും നമ്മളെ കണ്ണിന്റെ താഴെ. സോ അപ്പലേക്കാണ് നമ്മളെ കണ്ണിന് റിലാക്സ് കിട്ടുമ്പോഴാണ് നമ്മൾ ഇവർ ഡാർക്ക് സർക്കിളൊക്കെ റിമൂവ് ആവുന്നത്. സോ ഒരു 8 to 9 hours എങ്കിലും ഡെയിലി ഉറങ്ങണം. സോ ഉറങ്ങാതെ വർക്ക് സ്ട്രെസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുത്താലും ഡാർക്ക് സർക്കിൾ റിമൂവ് ആവില്ല. കണ്ണിന് നല്ലോണം സ്ട്രെസ്സും വേണം, മസാജും വേണം. സോ ഇന്നത്തെ ഒരു കുഞ്ഞി വ്ലോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ ടിപ്സുമായിട്ട് വീണ്ടും നിങ്ങൾ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ.